ബി.ജെ.പിയുടെ 12ാമത് ദേശീയ പ്രസിഡന്റായി നിതിൻ നബീൻ ഔദ്യോഗികമായി ചുമതലയേൽക്കുകയാണ്. നിലവിൽ ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ് നിതിൻ നബീൻ. വലിയ പ്രാസംഗികനല്ല, ആൾക്കൂട്ടത്തെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവുമല്ല. പക്ഷേ നിതിൻ നബീൻ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ തനിക്ക് കഴിയും എന്ന് പല തവണ തെളിയിച്ചിട്ടുള്ളൊരു നേതാവാണ്. ബങ്കിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ബീഹാർ നിയമസഭയിൽ എത്തുന്നത്. 5 തവണ ബീഹാറിലെ നിയമസഭാ അംഗമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. 45-കാരനായ നിതിൻ നബീൻ ബി.ജെ.പിയെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന തരത്തിൽ കൂടി ശ്രദ്ധേയനാവുകയാണ്. പശ്ചിമ ബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിനു മുന്നോടിയായാണ് പാർട്ടി ദേശീയ തലത്തിൽ ചില പുനഃസംഘടന നടത്തുന്നത്. അപ്പോഴാണ് നിതിൻ നബീൻ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. 33% വനിതാ സംവരണം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒക്കെ നീങ്ങുന്നത്. അങ്ങനെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാനുള്ള ചുമതല നിതിൻ നബീനാണ്. 1980 മെയ് 23-നാണ് അദ്ദേഹം ജനിക്കുന്നത്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നുള്ള ബി.ജെ.പി നേതാവിൻ്റെ മകനാണ്. പറ്റ്ന വെസ്റ്റിൽ നിന്ന് ബീഹാർ നിയമസഭാ അംഗമായ നബീൻ കിഷോർ പ്രസാദ് സിൻഹയെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മകനാണ് നിതിൻ നബീൻ. അമ്മ മീര സിൻഹ. 1996 പറ്റ്നയിലെ സെയിൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിൽ നിന്നാണ് നബീൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. പിന്നീട് ഡൽഹിയിലെത്തി. അവിടെ CSKM പബ്ലിക് സ്കൂളിൽ പഠിച്ചു. 1998 അവിടെ നിന്ന് ഇൻ്റർമീഡിയറ്റ് പരീക്ഷയൊക്കെ പാസ്സായി. നിതിൻ നബീൻ ദീപ്മാല ശ്രീവാസ്തവയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ട്, ഒരു മകനും ഒരു മകളും. അപ്പോൾ ബങ്കിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ബീഹാർ നിയമസഭയിൽ എത്തിയത് എന്ന് പറഞ്ഞില്ല. 5 തവണ ബീഹാർ നിയമസഭയിൽ അങ്ങനെ എത്തുകയും ചെയ്തിട്ടുണ്ട്. 2006 പറ്റ്ന വെസ്റ്റിൽ നിന്നാണ് ആദ്യമായി മത്സരിക്കുന്നത്. അതൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്നത്. പിന്നീട് തൻ്റെ കരുത്ത് അദ്ദേഹം തെളിയിക്കുകയാണ്. അവിടെ നിന്ന് മണ്ഡലം മാറി ബങ്കിപ്പൂരിലേക്ക് പോയി. 2010 ജയിച്ചു, 2015 ജയിച്ചു, 20 ജയിച്ചു, 25 ജയിച്ച് നിയമസഭയിലേക്ക് വീണ്ടും എത്തുകയാണ്. അങ്ങനെ തനിക്ക് ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തെളിയിക്കുകയാണ്. 2025 തെരഞ്ഞെടുപ്പിൽ നബീൻ നേടിയത് വളരെ നിർണായകമായ ഒരു വിജയമാണ്. 98,299 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ ജനതാദൾ സ്ഥാനാർത്ഥി രേഖാ കുമാരിയെ 51,000-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ബീഹാർ സർക്കാരിൽ നബീൻ പല തരത്തിലുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. ചില പ്രധാന വകുപ്പുകൾ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. 2021 ഫെബ്രുവരി മുതൽ 22 ഓഗസ്റ്റ് വരെ റോഡ് നിർമ്മാണം വകുപ്പ് അദ്ദേഹം നോക്കി നടത്തിയിരുന്നു. 2025 ഫെബ്രുവരി മുതൽ 25 ഡിസംബർ വരെ അതേ വകുപ്പിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. 2024 മാർച്ചിനും 2025 ഫെബ്രുവരിയിനും ഇടയ്ക്ക് നീതി വകുപ്പ് ഒക്കെ മന്ത്രാലയം ഒക്കെ അദ്ദേഹം ഭരിച്ചു. നഗരവികസനം, ഭവന നിർമ്മാണം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അവിടെയൊക്കെ തൻ്റെ മിടുക്ക് അദ്ദേഹം തെളിയിച്ചു. അപ്പോൾ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം, നഗരവികസനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. ആശാ വർക്കർമാർ, മമതാ തൊഴിലാളികൾ, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ നിർണായക പങ്ക് വഹിച്ചു. ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെ പല സുപ്രധാനമായ ക്ഷേമകാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് യുവമോർച്ച നേതാവ് എന്ന നിലയിലാണ്. യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബീഹാർ സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി അവിടെയും ഒരു മികവ് തെളിയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് നടന്ന ദേശീയ ഏകതാ യാത്ര ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ 1965 യുദ്ധത്തിലെ രക്തസാക്ഷികളെ ആദരിക്കുന്ന ഒരു മാർച്ച് അദ്ദേഹം നടത്തി. ഗോഹത്തിയിൽ നിന്നാണ് ആ മാർച്ച് സംഘടിപ്പിച്ചത്. അതുപോലെ യുവജന ക്യാമ്പയിനുകളിൽ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. സിക്കിമിലെ ബി.ജെ.പിയുടെ ചുമതലക്കാരനായിരുന്നു. ഛത്തീസ്ഗഡിൻ്റെ സഹചുമതലക്കാരനായിരുന്നു. അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങളിൽ തൻ്റെ ഉത്തരവാദിത്വം വലിയ മികവോടെ അദ്ദേഹം പൂർത്തിയാക്കി എന്നത് നമുക്ക് അവിടെയൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിയും. അവിടെയൊക്കെ വലിയ പ്രാസംഗികനല്ല, ആൾക്കൂട്ടത്തെ ത്രസിപ്പിക്കുകയല്ല, ജനങ്ങളെ ഉത്തേജിപ്പിക്കുകയല്ല, മറിച്ച് താഴെ തട്ടിൽ പാർട്ടിയെ വളരെ സാവധാനം കെട്ടിപ്പടുക്കുന്ന ഒരു നിശബ്ദ പ്രവർത്തകനായാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ആ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് പാർട്ടി എക്കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയെ വിപുലീകരിക്കുന്നതിൽ, അടിത്തറ അത് ശക്തമാക്കുന്നതിൽ ഒക്കെ വലിയ സംഭാവനകൾ നൽകി. 2025 ഡിസംബറിൽ ബി.ജെ.പി പാർലമെൻ്ററി ബോർഡ് അദ്ദേഹത്തെ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായി നിയമിച്ചു. അങ്ങനെ ഒരു വലിയ
പദവി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതൊരു ചവിട്ടുപടിയായി ഉപയോഗിച്ചുകൊണ്ടാണ് ദേശീയ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയിൽ നിബിൻ ഒരു ബഹുജന നേതാവ് എന്നതിനേക്കാൾ ഒരു സംഘടനാ മികവുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ യുവമോർച്ചയിലുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിചയവും ബന്ധവുമൊക്കെ ഇവിടെയും കരുത്തായി വന്നിരിക്കുകയാണ്. അപ്പോൾ കേഡർ മൊബിലൈസേഷൻ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു ശക്തിയാണ്. കേഡർ മാനേജ്മെൻറ്റ് അത് എപ്പോഴും തനിക്ക് കഴിയും എന്ന് തെളിയിച്ചിട്ടും ഒക്കെയുണ്ട്. 2023 ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും. അവിടെയാണ് ഈ സംഘടനാ മികവ് ശരിക്കും പ്രകടിപ്പിക്കുന്നത്. മിക്ക എക്സിറ്റ് പോളുകളും BJPയുടെ പരാജയമാണ് അന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. ഭൂപേഷ് ബാഗലിന് കീഴിലുള്ള കോൺഗ്രസ് സർക്കാർ തിരിച്ചു വരുമെന്നൊക്കെ പ്രവചിച്ചിരുന്നൊരു സമയം. അപ്പോഴും പാർട്ടിയുടെ നിർണായക വിജയം അത് ഉറപ്പാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന ചുമതലക്കാരനായിരുന്ന നബീൻ സൂക്ഷ്മ ആസൂത്രണം എന്ന കാര്യത്തിൽ വലിയ മികവ് പുലർത്തി. സ്ഥാനാർത്ഥികളുടെ ഒരു നിർണയം, അതുപോലെ സ്ഥാനാർത്ഥികളെ ഏകോപിപ്പിക്കൽ, സംഘടനയുടെ അച്ചടക്കം നിയന്ത്രിക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരശ്ശീലയ്ക്കു പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അത് പലതരത്തിൽ BJP ശ്രദ്ധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇദ്ദേഹം ഒടുവിൽ ഈ ഫലം വന്നപ്പോൾ നമുക്കറിയാം, പല എക്സിറ്റ് പോൾ സർവേകൾ നടത്തിയ പോൾസ്റ്റർമാരെയൊക്കെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി ആണ് അദ്ദേഹം അതിൻ്റെ ഫലം പുറത്തുവിട്ടത്. അപ്പോൾ ശാന്തവും എന്നാൽ വളരെ കഠിനാധ്വാനവുമായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നുവെന്നും അതാണ് ഫലപ്രദമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതെന്നും ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മാനേജർ ആണ് ഇപ്പോൾ BJPയുടെ അമരത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ BJP ഇത് വളരെ സൂക്ഷ്മമായി ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണ്. നിതിൻ നബീൻ്റെ ഉയർച്ച പാർട്ടി പ്രവർത്തകർക്കൊരു വ്യക്തമായൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. സംഘടനാ പ്രവർത്തനവും വിശ്വസ്തതയുമാണ് BJPയിൽ പ്രധാനം. നേതൃ തലത്തിലേക്ക് ഉയരാൻ അവിടെ ഈ ആൾക്കൂട്ടത്തെ ത്രസിപ്പിക്കുന്നത് കൊണ്ട് മാത്രം കഴിയില്ല. BJPയെ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുക, വിപുലീകരിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അങ്ങനെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവർ തെലശ്ശേരിക്ക് പിന്നിലാണെങ്കിലും അവർക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടും എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. 2019 അമിത്ഷാ പാർട്ടി പ്രസിഡൻ്റായിരുന്നപ്പോൾ JP നദ്ദ വർക്കിംഗ് പ്രസിഡൻ്റായാണ് വന്നത്. പിന്നീട് JP നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലൊക്കെ വരികയൊക്കെ ചെയ്തു. നിതിൻ നബീനും അതുപോലെ ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുമായിരിക്കാം. ഏതായാലും പാർട്ടിക്കുള്ളിൽ ഈ വിഭാഗീയ രാഷ്ട്രീയത്തെക്കാളൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശ്വസ്തരും അതുപോലെ വിവാദരഹിതരുമായുള്ള ആളുകളെ കണ്ടെത്താനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നൊരു സന്ദേശം കൂടിയാണ് നിതിൻ ഈ അമരത്തേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ലഭിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത് പോലെ ആൾക്കൂട്ടത്തെ ത്രസിപ്പിക്കാൻ കഴിയുന്ന നേതാവ് അല്ലെങ്കിൽ പലരും ചോദിക്കുന്നത് പോലെ വലിയ ആൾക്കൂട്ടങ്ങൾ മൈതാനിയിൽ തടിച്ചു കൂടുമ്പോൾ അവരെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന നേതാവല്ലെങ്കിൽ എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പലരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് പാർട്ടിയെ കെട്ടിപ്പടുക്കാനും അതിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാനും കഴിയുന്ന ഒരു നേതൃനിരയാണ് BJPയുടെ എക്കാലത്തെയും ശക്തി എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.